ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ട്രിപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പോകുന്നത് ആഴിമല ശിവൻകോവിലാണ്. പോകുന്ന വഴിക്ക് എൻ്റെ ചേട്ടനെ പിക്കപ്പ് ചെയ്യണം. ചേട്ടൻ്റെ മോനുണ്ട്. അപ്പോൾ അവരും ഞാൻ 3 പേരായിട്ടാണ് ഒരു ട്രിപ്പ് പോകുന്നത്. ആദ്യം പോകുന്നത് ആഴിമല ശിവൻകോവിൽ. അവിടെ പോയിട്ട് തീരുമാനിക്കും ബാക്കിയുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കിയിട്ട് അടുത്തുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ആഴിമല ശിവൻകോവിൽ അടുത്ത് തന്നെ വിഴിഞ്ഞ ഹാർബറുണ്ട്. പിന്നെ അവിടെ ഒരു ജീസസിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ശരി, പോകാമല്ലേ? പേടാ ഗായ്സ്, നമ്മളെന്താ ട്രിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കോളാണ്. മഴ പെയ്ത കംപ്ലീറ്റ് തേഞ്ഞു പോകും. മഴ പെയ്യാതിരിക്കണ ദൈവമേ. പക്ഷെ ക്ലൈമറ്റ് അടിപൊളിയാണ്. മഴ പെയ്താൽ മാത്രമേ പണി കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്ന സ്ഥലം വെള്ളയാണിയിലാണ്. വെള്ളയാണിയിൽ പോയി എൻ്റെ ചേട്ടൻ്റെ മോനെ പിക്കപ്പ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ആഴിമല ശിവൻകോവിലോട്ട് പോകുന്നത്. അങ്ങനെ തമലമെത്തി. തമലം ത്രിവിക്രമംഗലം. ഇതാണ് ത്രിവിക്രമംഗലം ക്ഷേത്രം, മഹാവിഷ്ണു. ഇവിടെ നിന്ന് നേരെ ചുള്ളമുക്ക് വഴി കയറി പാപ്പനംകോട് KSRTC ഡിപ്പോ എത്തും. അവിടെ നിന്ന് നേരെ ഹൈവേ കയറി കഴിഞ്ഞാൽ വണ്ടി വിട്ടു പോകും. റെയിൽവേ ക്രോസിങ് എത്താറായി. ഇവിടെ ട്രെയിൻ ഉണ്ടെങ്കിൽ നിൽക്കണം. ട്രെയിൻ ഇല്ല. നമ്മളെ സമയം കൊള്ളാം. പാറയിൽ കടവ് പാലം. പണ്ട് ഇവിടെ പാലമൊന്നുമില്ലായിരുന്നു. വെള്ളം വഴി കയറി അപ്പുറത്ത് അക്കരെ പോകണം. നല്ല വെള്ളമുണ്ടല്ലോ, അമ്മോ. നല്ല മഴയല്ലേ, വെള്ളം കയറി കാണും ആറ്റിലൊക്കെ. പെട്രോൾ കുറച്ചുണ്ട്, എന്നാലും പോണ വഴിക്ക് അടിക്കണം. റോഡ് ഭയങ്കര മോശമാണല്ലോ ഇങ്ങോട്ടൊക്കെ. ഹലോ ഗായ്സ്, ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ഇതുപോലത്തെ ഹൈവേയിലൊക്കെ വണ്ടി എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറത്തി ഓടിക്കണം. പറത്തിയല്ല, പതുക്കെ ഓടിച്ചാൽ മതി. മനസ്സിൽ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട വണ്ടി എടുത്തിട്ട് റൈഡ് ചെയ്യുക. നമുക്ക് നിൽക്കാം. സിഗ്നൽ വേണമല്ലോ. എല്ലാം കയറിപ്പോയാൽ സിഗ്നൽ കിടന്നാലും കയറിപ്പോവില്ല ഓരോരുത്തരായിട്ട്. പക്ഷെ നമ്മളങ്ങനെ കാണിക്കാൻ പാടില്ല. അതിൻ്റെ മര്യാദ ഉണ്ടല്ലേ. എന്നാലും എന്താ പറയുമ്പോൾ അത് സിഗ്നൽ വീണ് കുറച്ച് ഒരു സിഗ്നൽ ടൈമിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കയറിപ്പോയായിരുന്നു. റെഡ് വീണത് കൊണ്ട് നമ്മൾ കയറിപ്പോകാൻ പാടില്ല. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ലൈഫിൽ അടിച്ച് പൊളിക്കണമെങ്കിൽ ഇതുപോലത്തെ ഹൈവേയിലൊക്കെ ബൈക്കിലോ കാറിലോ വിട്ട് പുറക്കണം. ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ സങ്കടം വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു ചെറിയ റൈഡ് പോയാൽ മതി, എല്ലാം ശരിയാവും. ശരിയാവുന്നില്ല. ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് നമ്മൾ കൂടുതൽ നിൽക്കും തോറും മനസ്സ് ഒരുപാട് വിഷമമുണ്ടാവും. ഇടയ്ക്കൊന്ന് എവിടെയെങ്കിലും പോയിട്ട് വരണം. അതുപോലെ ബൈക്ക് റൈഡോ അല്ലെങ്കിൽ കാറിൽ എവിടെയെങ്കിലും പോയിട്ട് വരണം. പോയിട്ട് വരുമ്പോൾ കുറച്ച് മനസ്സിന് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും. ക്ലൈമറ്റ് സൂപ്പറാണ് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. ക്യാമറ എന്തായാലും നനഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ക്യാമറയ്ക്ക് ഒരു കേജ് ഉണ്ട്, വാട്ടർ പ്രൂഫ് കേജ്. അതുള്ളത് കൊണ്ട് വിഷയമില്ല. അടിച്ച് പൊളിക്കണം ഗായ്സ്. കുറച്ച് ഓവറായോ. പെട്രോൾ ഇല്ലാതെ വലിയ കാറ്റ് പുറത്തെയാണ് ഞാൻ. പമ്പുണ്ടെങ്കിൽ അടിച്ചു തന്നെ പോകണം. സിഗ്നൽ വീണു, കുഴപ്പമില്ല. കറക്റ്റ് ടൈമിങ്ങിലൊന്ന് കയറി. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും നിൽക്കണം 30 സെക്കൻഡ്. എൻ്റെ ചേട്ടൻ പാവം കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. 1 മണിക്കൂർ കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക, എന്താ ഇറങ്ങിയാണ്. എനിക്ക് ഇവിടുത്തെ കുറച്ച് ജോലിക്കാരും ഉണ്ടായിരുന്നു. പിന്നെന്ത് പറയാം, പിന്നെ ക്യാമറ സെറ്റ് ചെയ്യുന്ന 1 മണിക്കൂറായി. പമ്പ് വന്ന് ഗായ്സ്. പെട്രോൾ അടിച്ചാൽ ഒരു ധൈര്യമുള്ളൂ മനസ്സിന്. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ മറന്നു പോകും. പോണ വഴിക്ക് പെട്രോൾ തീരുകയും ചെയ്യും. മാത്രം നല്ല പണി കിട്ടും. പെട്രോൾ അടിക്കണം ഗായ്സ്. $100
പെട്രോൾ 100 രൂപയ്ക്ക്. ആ നല്ല പാട്ടല്ലേ ആ പയ്യൻ പാടിയത് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തിൽ വർക്ക് ചെയ്യണം. അതിന് പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, പാട്ട് കേൾക്കാം. അപ്പോഴേ വർക്കിൻ്റെ ഒരു സ്റ്റൈൽ മാറുള്ളൂ. നല്ല സ്പീഡിൽ നമ്മൾ വർക്ക് ചെയ്യും. റൈഡിങ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പാട്ട് കേട്ടും റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായി. ഇവിടെ നിന്ന് റൈറ്റ് തിരിയണം ഗായ്സ്. ഇൻഡിക്കേറ്റർ വീണ് കാണും. ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ ഓഫ് ആണ സാധനമാണ്. ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടാലും ഓട്ടോമാറ്റിക് ഓഫ് ആയി പോകും. ഓഹാ പട്ടി എപ്പോൾ ഇടിച്ചാണ് എൻ്റെ അമ്മ പാവം. കോൾ വരുന്നു ഗായ്സ്. സുമേഷായി വിളിക്കുന്നത്. സുമേഷിൻ്റെ ചേട്ടനാണ്. ഞാൻ പേര് പറഞ്ഞ് വിളിക്കുള്ളൂ. എൻ്റെ ചേട്ടനാണ് വിളിച്ചത് ഫോണിൽ. എവിടെ എത്തിയെന്ന് ചോദിച്ചു. എത്താറായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മറ്റേ എൻ്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ വരാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. സമയമായപ്പോൾ അവർക്ക് പറഞ്ഞ് ലീവില്ല ചേട്ടാ, പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു. വേറൊരു പുള്ളി പറഞ്ഞ് അതുപോലെ പുള്ളി ഫോൺ എടുത്തില്ല. അദ്ദേഹം പറഞ്ഞതല്ല. സനൽകുമാർ എന്നൊരു പുള്ളിയുണ്ട്. സനൽ ആൻഡ് ശ്രീത് നിങ്ങൾ കണ്ടു കാണും പഴയ വീഡിയോയിലൊക്കെ. കുറച്ച് വണ്ണമുള്ള പയ്യനാണ്. ഇപ്പം പുള്ളി നല്ല ജിമ്മിലൊക്കെ പോകുന്നുണ്ട് വണ്ണം കുറയ്ക്കാനായിട്ട്. അങ്ങനെ ആ ശ്രീജിത്തിന് ലീവില്ല. സനൽകുമാർ എന്ന് പറഞ്ഞ പയ്യന് ഫോൺ എടുക്കുന്നില്ല വിളിച്ചിട്ട്. ട്രിപ്പ് പോകാൻ ഇറങ്ങി നില്ല്, നാളെ കറക്റ്റ് 3 മണിക്ക് ഷാർപ്പായിട്ട് പോകാമെന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളി ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല. പുള്ളിക്ക് എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടാ. രാത്രി പറയണ്ടേ ഞാൻ ഫോൺ വന്നിട്ട് ചാർജ് ഇട്ടിട്ട് പോയി, ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു, സോറി ഇടേ ഞാൻ അത് കണ്ടില്ല. ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയും. നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ഥലമെത്തി ഗായ്സ് തന്നെ. ഇടയ്ക്ക് വെച്ച് ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ക്യാമറ ഒന്ന് ഹാങ് ആയിപ്പോയി. അപ്പോൾ ഒന്ന് കുറച്ച് കാര്യങ്ങളൊന്നും റെക്കോർഡായിട്ടില്ല. എൻ്റെ ചേട്ടനെ ഒന്ന് പിക്കപ്പ് ചെയ്തതും അവിടെ നിന്ന് കുറച്ച് ദൂരം വന്നതൊന്നും റെക്കോർഡായിട്ടില്ല. അപ്പം ഇടയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായത് ക്യാമറ ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ റീസെറ്റ് ചെയ്തപ്പോൾ ശരിയായി. അപ്പോൾ സോറി ഗായ്സ്. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് ആഴിമലക്കുള്ള റൂട്ട്. ആഴിമല ശിവൻകോവിൽ. ബാലരാമപുരം വഴിയും പോവാം, ഈ വഴിയും പോവാം. രണ്ടും വലിയ ദൂരമൊന്നുമില്ല, രണ്ടും ഒരേ കണക്ക് തന്നെ. ഇവിടെ ആകുമ്പോൾ കുറച്ച് ബ്ലോക്ക് കുറവായിരിക്കും. ഇതേത് വഴിയാണ്? ഇത് പെരിങ്ങമല വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വരുമ്പോൾ ബാലരാമപുരം വഴി വരാം. കൊള്ളാം, സൂപ്പർ അല്ലേ? ഞാനും എൻ്റെ ചേട്ടന് പോകാനാണ് ഫസ്റ്റായിട്ട് പ്ലാൻ ചെയ്തത്. പിന്നെ അവനും കൂടെ വന്നേ പറ്റും. കിച്ചുവിന് അവനും ഭയങ്കര ഇഷ്ടമല്ലേ ഇതൊക്കെ, വ്ളോഗ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അവന് ക്രൈസാണ്. അപ്പോൾ അവന് കൂടെ വന്നേ പറ്റും. എന്നെ കൊണ്ടുപോയാലെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞ് വിരട്ടി വെച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, മഴയില്ലാത്തതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോകാം. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ല ഇങ്ങനെ ഈ മഴ സമയത്തൊക്കെ പിള്ളേരെ കൊണ്ട് പുറത്ത് പോകണത്. ഒന്നാമതെ കോവിഡൊക്കെ പോയി ഇപ്പം, എന്നാലും അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് ഫസ്റ്റ് കാരണം. പിന്നെ ഈ മഴ ആയതുകൊണ്ട് ഇങ്ങനെ ഇറക്കിയാൽ ശരിയാവും. പിള്ളേർക്ക് പെട്ടെന്ന് പനിയടിക്കും. ഇത് നോക്കിയാൽ വലിയ മഴ ഇല്ല. എന്തെങ്കിലും മഴ ഉണ്ടെങ്കിൽ നമ്മൾ ഒതുങ്ങി നിൽക്കും, വണ്ടി ഓടിക്കില്ല. അത്ര തന്നെ ഒതുങ്ങി നിന്നിട്ട് മഴ എപ്പം തീരുമ്പോൾ അപ്പം പോകും. അങ്ങനെ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉച്ചക്കടയിലാണ്. രണ്ടാമത്തെ ലെഫ്റ്റിൽ നിന്ന് ആണ് റൂട്ട് എടുക്കേണ്ടത്. നേരെ പോയാൽ വിഴിഞ്ഞോ അല്ലേ? ഇത് പുതുക്കുടിയാ? പുളിങ്കുടി അല്ലേ? പുളിങ്കുടിയാണ് നമ്മൾ പോകുന്നത്. മണി ഇപ്പം എത്ര മണി? 4:55. മണി ഇപ്പോൾ കറക്റ്റ് 4:55. വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങിയതാണ്. ഈ ക്യാമറ കാരണമാണ്. ക്യാമറ സെറ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞില്ല. അത് ക്യാമറ ആ ഒരു വ്യൂ സെറ്റ് ചെയ്യണം. വേണമെങ്കിൽ ഇതുകൊണ്ട് ക്യാരി വേണോ കോയി? വണ്ടി ഓടിക്കാൻ എപ്പോഴും ഒരു നല്ലൊരു മൈൻഡിലായിരിക്കണം. നല്ല പീസ്ഫുള്ളായിട്ട്, നല്ല സന്തോഷിച്ച്, നല്ല ഇഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ആ സ്റ്റൈലേ മാറിപ്പോകും. ഇത് പുതിയ റോഡല്ലേ? അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ ആഹാ ബമ്പൊക്കെ വരുമ്പോൾ സിഗ്നൽ. ഇതാണ് റോഡല്ലേ? എടുത്ത് പോയാലിത് സൂപ്പർ അല്ലേ? പുതിയ റോഡ്
കന്യാകുമാരി അല്ലേ സ്ട്രൈറ്റ്? അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം ടു കന്യാകുമാരി ഹൈവേ പുതിയ റോഡ് പണിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച്. നിങ്ങൾ ബാക്കിൽ കാണുന്നതാണ് പുതിയ റോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ കോവളത്ത് നിന്ന് സ്റ്റാർട്ടാവും അല്ലേ? കോവളം ടു വിഴിഞ്ഞം വഴി വിഴിഞ്ഞം ടു കന്യാകുമാരി വരെ പുതിയൊരു ഹൈവേ ആണ്. അപ്പോൾ നമുക്കിനി ബാലരാമപുരം വഴി കയറാതെ ഇതുവഴിയും കയറാം. കുറച്ച് ബ്ലോക്ക് കുറവായിരിക്കും. റോഡ് പൂർത്തിയാവാൻ ഇനി ദിവസങ്ങളുണ്ടല്ലേ? അങ്ങനെ നമ്മൾ ഈ പുതിയ റോഡൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. മണി ഇപ്പോൾ 5:10. ഇനി 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആഴിമല ശിവൻകോവിൽ പോകാനായിട്ട്. അപ്പോൾ സ്ഥലം എത്താറായി. കോവിലിൻ്റെ എൻട്രൻസ് നമ്മൾ കയറി. ഇനി കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ. ആഴിമല ശിവക്ഷേത്രം ലെഫ്റ്റ് സൈഡ്. നോ പാർക്കിംഗ്. വിഴിഞ്ഞം പോലീസാണ്. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ. ഇപ്പോൾ ഞാൻ പോകുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. കാരണം ബ്രേക്ക് നമുക്ക് കിട്ടൂല. ഗിയർ ഫസ്റ്റ് ഗിയറിലാകുമ്പോൾ അതിങ്ങനെ പതുക്കെ ഇറങ്ങി പൊയ്ക്കോളൂ. എപ്പോഴും കയറ്റം കയറുന്ന ഏത് ഗിയറിലോ അതേ ഇറക്കത്തിലും അതേ ഗിയർ തന്നെ യൂസ് ചെയ്യണം. ചിലർ യൂസ് ചെയ്യും, എല്ലാവരൊക്കെ സെക്കൻഡ് തേർഡ് ഇട്ട് പോയിക്കളെ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വണ്ടി ഓട്ടിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ ഓട്ടിക്കണം. വാ, അടിപൊളിയല്ലേ? ടൂ വീലർ പാർക്കിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് ഗൈസ്? ആഴിമല ശിവൻകോവിൽ നിൽക്കുകയാണ് ഗൈസ്. അതാണ് ശിവൻ്റെ വിഗ്രഹം. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കിച്ചുവിന്? ശിവൻ്റെ കയ്യിൽ ശൂലമുണ്ട്, കഴുത്തിൽ പാമ്പുണ്ട്. പറ. ഗംഗാദേവി തലയിലെ മുകളിൽ നിൽപ്പുണ്ട്. ബാക്കിൽ കടലാണ് ഗൈസ്. പറ, എന്തെങ്കിലും കിച്ചുവാണ് ഇപ്പോൾ എല്ലാം പറഞ്ഞത്, ഞാനല്ല. കിച്ചു ഫസ്റ്റ് വന്നപ്പോൾ കിച്ചു എങ്ങനെ തോന്നി ഈ ആഴിമല ശിവൻകോവിൽ വന്നപ്പോൾ? ഇത് കണ്ടപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയ കാര്യം? സൂപ്പറായിന്. ഇതേപോലെ നല്ല ബോഡി ബിൽഡ് ചെയ്യണം. നല്ല ശിവനെ പോലെ നല്ല 6 പാക്ക് വെച്ച് നമുക്കും വലുതാകുമ്പോൾ ആവണം അല്ലേ? അങ്ങനെയാണോ? ശരിയല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? നമുക്കറിയാവുന്നത് കോവിലിൽ വന്ന ഫോട്ടോ എടുക്കാം, വേറെ എന്താ പറയുക? ഇങ്ങനെ ചോദിക്കാൻ പാടില്ല ആവശ്യമില്ലാത്തതല്ലേ? ഓക്കെ ഗായ്സ്, കോവിലിൽ നമ്മൾ തൊഴിൽ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കോവിലിൻ്റെ സൈഡ് വഴി ഒരു ഇറക്കമുണ്ട്. അതുവഴി ഇറക്കി കഴിഞ്ഞാൽ ബീച്ചിനവിടെ എത്തും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി നമ്മളൊന്ന് ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാമെന്നൊരു പ്ലാൻ ചെയ്തു.
വഴി ഭയങ്കര മോശമാണ് ഗൈസ്. കമോൺ കമോൺ കിച്ചു. തളപതി പോ പോ പോ. ആ ഇങ്ങനെയൊക്കെ പാട്ട് പാടിയാലേ കിച്ചു വന്നിട്ട് പെർഫോം ആവുള്ളൂ. കിച്ചു ഒരു വിജയ് ഫാനാണ്. ആഴിമല വിസിറ്റ് കഴിഞ്ഞ് നല്ല തൊഴുത് നല്ല അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അപ്പുറത്തൊരു ബീച്ചുണ്ട്, ഇത് അങ്ങോട്ട് പോകാൻ ഒരു ഐഡിയ ഇല്ല, സമയമായി. അങ്ങനെ ഇവിടെ നമ്മൾ തിരിച്ച് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുത്ത് കയറ്റണം, വണ്ടി കയറുമല്ലേ, ഫസ്റ്റ് ഗിയർ കയറാം. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹാർബറിലോട്ടാണ്, വിഴിഞ്ഞം ഹാർബർ. മണി ഇപ്പോൾ 5:55. അങ്ങനെ ആഴിമലയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ ശിവനെ അരുണാചലനെ അണ്ണാമലയിൽ പോറ്റി. നമ്മൾ ശിവൻ്റെ കോവിലൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ഓർമ്മയാണ് ശിവൻ്റെ പാട്ട്, നല്ല SPB ആണല്ലേ. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് ഫീലാണല്ലേ. പോർട്ടല്ലേ, അതാണ് ഈ വിഴിഞ്ഞം പോർട്ട്. ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ, അതിൻ്റെ പണി നടക്കുകയാണ്. സൂപ്പർ അല്ലേ. ഇതാണ് നമ്മളെ പോർട്ട്. ഇതാ ഒരു രക്ഷയില്ല. നമുക്ക് ആ പോർട്ടിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വണ്ടി പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. വണ്ടി വിടാം അങ്ങോട്ട്. അങ്ങോട്ട് കാണാൻ പോകാമോ? ഇവിടെ അല്ലേ? ഓക്കെ 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 ശരി എന്നാ നമുക്ക് പോകാം. വാ, ഫോട്ടോ എടുക്കാൻ പാടെന്ന് പറയില്ലേ, നമ്മൾ ആ ഒരു റൂൾ ഫോളോ അപ്പ് ചെയ്യണം. അതായത് സെക്യൂരിറ്റി റീസൺ ആയിരിക്കും, അവരൊരു റൂൾ അങ്ങനെയാണ്. ഒരു പണി കംപ്ലീറ്റ് ആകുമ്പോൾ വരെ ഫോട്ടോ നോട്ട് അലൗഡാണ്. മണി ഏകദേശം 6 കഴിഞ്ഞ്, നേരെ കിട്ടി തുടങ്ങി. ഇനി ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് വീഴുന്നുള്ള കാര്യം അറിഞ്ഞൂടാ വീഡിയോസൊക്കെ. സത്യം പറയാം, ഇന്ന് നല്ലൊരു ഗുഡ് ഫീലാണ് മനസ്സിന്. നല്ലൊരു എന്താ പറയുക, ഇങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കണം എത്ര ദൂരം വേണമെങ്കിലും. പെട്രോൾ മാത്രം അടിച്ചാൽ മതി അല്ലേ, പെട്രോളല്ലേ വിഷയം. പെട്രോൾ മാത്രം ഫ്രീ ആണെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ, ലോകം മൊത്തം ചുറ്റിക്കറങ്ങാം ഫ്രീ ആയിട്ട്. മുക്കോലല്ലേ, വിഴിഞ്ഞ മുക്കോലെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ, ഇവിടെ നിന്ന് ലെഫ്റ്റാണ് ഗായ്സ്. വണ്ടി ഓടിക്കുന്നവർ നല്ല സുഖം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കുറേ ദിവസം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് സ്മൂത്തായി വണ്ടി ഓടിച്ച്. ബൈക്കിൽ ലോങ് പോകണം, കൊടക്കാനല്ലോ മൂന്നാറൊക്കെ പോകണം. എന്തായാലും പോകും, ഉറപ്പായിട്ട് പോകും. അധികം ദിവസമൊന്നുമില്ല. എന്നിട്ട് വേണം കിട്ടില്ല വ്ളോഗറാവാൻ. ഇങ്ങനെ വിഴിഞ്ഞം എത്താറായി. തെന്നൂർക്കോണം അല്ലേ, നല്ല വളമുണ്ട്, നോക്കിയും കണ്ടൊക്കെ പോകണം. എന്നുണ്ടെങ്കിൽ വണ്ടി കൈ നിൽക്കില്ല. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. വരുമ്പോൾ ഒന്ന് പെട്രോൾ അടിക്കാം കേട്ടോ. ഇങ്ങോട്ടല്ലേ ചോദിച്ച് നോക്കണം അടുത്തെങ്കിലും. അങ്ങോട്ടാണല്ലേ, ഓക്കെ. ആ അതേ സ്റ്റാച്ചു അല്ലേ, ഇതാണ് നമ്മളെ സ്റ്റാച്ചു. സൂപ്പർ അല്ലേ, സെൻറ്റ് ജോസഫ് ഷ്രൈൻ
കോട്ടപ്പുറം വിഴിഞ്ഞം. ഇവിടുത്തെ വിസിറ്റ് കഴിഞ്ഞ് നമ്മളിനി നേരെ പോകുന്ന ഹാർബറിലോട്ട്, വിഴിഞ്ഞം ഹാർബർ. അങ്ങോട്ട് നേരെ റൈറ്റ് അല്ലേ? നേരെ മിനിറ്റ് തുടങ്ങി ഗായ്സ്. ഇതൊക്കെ കാണുമ്പോൾ ഏതോ സിനിമയിൽ സീൻ പോലെങ്കിലല്ലേ? നമുക്കിതൊക്കെ കാണുമ്പോൾ വട ചെന്നൈ മാലിക് പടമൊക്കെയാണ് ഓർമ്മ വരണം കേട്ടോ. സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം കേട്ടോ, അപ്പുറത്തെ വീണ് കഴിഞ്ഞാൽ തീരുന്നു. വണ്ടിയോടെ തറവത്തിന് കിടക്കും. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയി വിസിറ്റ് ചെയ്യാം. ഓക്കേ. മണിയിപ്പോൾ 6:30 പക്ഷെ ഇവിടെ കുറച്ച് വെളിച്ചമുള്ളതുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റി. ഇപ്പോൾ നേരത്തെ വന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ വിഴിഞ്ഞം ഹാർബറിൻ്റെ വിസിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ചായ കുടിച്ചിട്ട് പോകണം അല്ലേ? ചായ കുടിക്കണോ? അങ്ങനെ ചായ കുടിക്കാൻ നമ്മൾ കടയെത്തി. ചായ കുടിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. അല്ലേ വെച്ചു? വയ്യ, ഭയങ്കര തലവേദന. ചായ കുടിക്കാം. ചായ പറ. നമ്മളെ കിച്ചുവിന് പാൽ ചായ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാണ്. കിച്ചു ചായ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ നിന്നെ വിട്ടിട്ട് പോകും. കുടി ഇവിടെ ജോലിക്ക് ആൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചായ വേണമെന്ന് പറഞ്ഞ് ചായ ഓർഡർ ചെയ്ത് ചായ വന്നപ്പോൾ ചായ കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ചായ പഞ്ചര കുറവാണ്, കടുപ്പം വേണം. വെള്ളച്ചായ കടുപ്പം അങ്ങനെ വരും. വിജയ് കുറച്ചുകൂടി കുടിച്ചില്ലെങ്കിൽ ഇവിടെ വിട്ടിട്ട് പോകും. ഇവിടെ പണി ചെയ്യാൻ ആളുണ്ട് ആവശ്യം. ഇവിടെ ചായ കടിക്കാൻ ആളാവശ്യമുണ്ട്. ഇനി നിൽക്കണം നീ. നമ്മളെ മാമ ഇവിടെ വരട്ടിയപ്പോൾ എന്താ ചായ കുടിക്കാൻ റെഡിയായി. ഇപ്പം കുടിക്കാറിയല്ലോ. ഇപ്പോൾ പേടിയുണ്ട്. ഇപ്പോൾ പറയേണ്ട ആൾ പറഞ്ഞാൽ കുടിക്കും. പറയേണ്ട ആൾ പുള്ളിയാണ്. ഹായ് പറയണ നമ്മളെ ചാനൽ. പരിപ്പടയൊന്നുമില്ല, ചായ കുടി. ഒരു പരിപ്പോടാ കിച്ചന് അല്ലേ? ഒക്കെ വേണോ? കേക്കൊന്നും കൊടുക്കല് ചിലം കഴിക്കൂല. ചുമ്മാ ഓർഡർ ചെയ്യണ ഒരു പൊതി. കിച്ചു പാല് ഫുള്ളും കുടിച്ച്. ഇവിടെ വട കഴിച്ച് പാൽ കുടിക്കണം.
വട കഴിച്ചിട്ടാണ് പാൽ കുടിക്കേണ്ടത്. ഇനി കഴിക്കുമ്പോൾ തൊണ്ട നിൽക്കൂലേ? ഒരു കുറച്ച് ഇത്ര വേണ്ട. ചായ കുടിച്ച് വടയും കഴിച്ചു. ഇനി അടുത്തത് നേരെ വീട്ടിലോട്ട്. നല്ല കോമഡിയാണ് ചായ പിടിച്ചപ്പോൾ. ചായക്കട അണ്ണനുമായിട്ട് ആദ്യം കിച്ചൂന് ചായ പിടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. വെള്ള ചായ ഓർഡർ ചെയ്തിട്ട് കുടിച്ചില്ല. പക്ഷേ ആ ചായ ഇഷ്ടപ്പെട്ടില്ല. ചുമ്മാ എല്ലാം ഓർഡർ ചെയ്യും കൊതികൊണ്ട്. കൊണ്ട് വയ്ക്കുമ്പോൾ ഒന്നും കഴിക്കില്ല. അണ്ണം പിടിച്ചുകൊണ്ട് വരട്ട് വേണ്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാലും കുടിച്ച് വടയും കഴിച്ചു. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് വീട്ടിലോട്ടാണ്. അടുത്ത വീഡിയോയിൽ ചീത്തോള് കെട്ടിയല്ലേ ഭാഷ. കാറുകാരന് മുട്ടാൻ ചീത്തോള് കേട്ടാ. അങ്ങനെ ഹൈ ബീം അടിച്ച് വണ്ടി നടുക്കൊണ്ട് കാറിക്കള. വർണ്ണവനൊന്നും കാണാൻ പറ്റിയില്ല ബൈക്കുകാരൻ. അതുകൊണ്ട് അവൻ ചീത്ത വിളിച്ചു. ചീത്തയെന്ന് പറഞ്ഞ മുക്കിനും ചീത്തയായിരുന്നു. ഇതൊക്കെയാണ് വണ്ടി ഓടിക്കും നോക്കി അടുത്തവർക്ക് ബുദ്ധിമുട്ടിലാണ് ഓടിക്കുന്നത്. ചിലവർ റിയാക്ട് ചെയ്യും, ചിലവർ റിയാക്ട് ചെയ്യില്ല. റിയാക്ടിങ് എന്ന് പറയുമ്പോൾ ചിലവരൊക്കെ ചീത്തയൊക്കെ ഭയങ്കര ചീത്ത വിളിച്ചില്ലായിരുന്നു. പെട്രോൾ അടിച്ചിട്ട് പോകാല്ലേ. പെട്രോൾ ഒരു 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് പോകും. 50 മതി. 100 അടിക്കാനാണ്. മാനക്കടല്ല 50 രൂപ അടിച്ചു കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും നമ്മളെ പറ്റി. അപ്പുറത്താണല്ലേ പെട്രോൾ അടിക്കാൻ ആൾ തിരക്കുക. 100 രൂപ. അങ്ങനെ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്ന വീട്ടിലോട്ടാണ്. ഇനി വേറെ സംഭവമൊന്നുമില്ല. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ നമ്മൾ പള്ളിച്ചിലെത്തിയപ്പം രാത്രി വേളയിൽ ഈ റോഡ് കാണാൻ എന്തൊരു സുന്ദരം അല്ലേ. അടിപൊളി, എന്ത് രസം കാണാൻ. ആ ലൈറ്റ് കണ്ടാ, ആ ലൈറ്റും ആ റോഡിൻ്റെ ഒരു മണി 7:10. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രാവശ്യമ്പലമാണ്. എന്തായാലും തിരിച്ച് പറഞ്ഞ വീഡിയോ എടുക്കേണ്ടെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ചുമ്മാ എടുത്തേക്കാം. രാത്രി ഈ റോഡ് കാണാൻ നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ ഒരു ജോലിക്കും പോവാതെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം എവിടെയെങ്കിലും അല്ലേ. നോ ടെൻഷൻ, നോ ഡിപ്രഷൻ അല്ലേ, നോ വറി. മൈത്രി നഗരത്തി ഇച്ചുവിൻ്റെ വീടെത്താറായി. അങ്ങനെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ 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 പറ. ബൈ.